മിശിഹായിൽ പ്രിയമുള്ളവരെ, അനേകം മനുഷ്യരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണാണിത്. അവർ എന്തു പറഞ്ഞാലും അത് ഒരു നാമത്തെ സ്പർശിച്ചു നിൽക്കുന്നു. ആ നാമമാണ് വിശുദ്ധ അന്തോനീസ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാൾ എന്നും ഇവിടെ കാത്തു നിൽക്കുന്നുവെന്ന് പ്രത്യാശിക്കുന്നവരാണ് ഇവിടെ എന്നും എത്തുന്നത്. മനുഷ്യരുടെ വേദനയുടെ പാതയിൽ ക്രിസ്തു നിൽക്കുന്ന ചിത്രം സുവിശേഷങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്നത് നാം കാണുന്നു. അതേ ചിത്രം അതേ ലാവണ്യത്തോടെ ഇവിടെയും തെളിഞ്ഞു നിൽക്കുന്നു വിശുദ്ധ അന്തോനീസിലൂടെ. സുവിശേഷത്തിൻ്റെ പൊരുളറിഞ്ഞ് നമ്മിൽ വാസമുറപ്പിച്ചവൻ സങ്കടത്തോടുകൂടി വരുന്നവരെ വാത്സല്യപൂർവ്വം തലോടിക്കൊണ്ട് ഈശോ പറഞ്ഞ കരയണ്ട എന്ന വാക്ക് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് നമുക്ക് ജീവിതം നൽകുന്നു. ആ പുണ്യചരിതൻ്റെ സാന്നിധ്യത്തെ സവിശേഷമായി സുവിശേഷം പോലെ ആഘോഷിക്കാം. വിശ്വാസം പൊട്ടിമുളച്ചുകൊണ്ടിരുന്ന കാലം, ദൈവത്തിൻ്റെ അടയാളം മനുഷ്യർ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാലം, കുറേ കൂടി കൃത്യതയോട് പറഞ്ഞാൽ വിശുദ്ധ അന്തോനീസ് വലിയ വേളി എന്ന ദേശത്ത് പ്രഘോഷിക്കപ്പെടുന്നതിനും മുൻപുള്ള ഒരു കാലം, ഒരു ചരിത്രം ഇവിടവുമായി ബന്ധപ്പെട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ തുടിപ്പും വെടിപ്പും പാരമ്പര്യമായി പണിതുയർത്തപ്പെട്ട വളർച്ചയുടെ തുടർച്ചയാണ് വലിയ വേളിയിലെ സമൂഹം. ആ കൂട്ടായ്മയുടെ തീരത്ത് സായാഹ്നം ചെലവഴിക്കാൻ പാളയത്ത് താമസിച്ചിരുന്ന ആംഗ്ലോ ഇന്ത്യൻ ഡോക്ടർ മാനുവൽ കുടുംബസമേതം എത്തുമായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച ദർശനാനന്തരം അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഒരു കുരിശടി നിർമ്മിച്ച് വിശുദ്ധ അന്തോനീസിൻ്റെ സ്വരൂപം പ്രതിഷ്ഠിച്ചു. നാനാദേശങ്ങളിൽ നിന്ന് അന്ന് ഇവിടേക്ക് ഒഴുകിത്തുടങ്ങിയ തീർത്ഥാടന മനസ്സുകൾ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇറ്റലിയിലും പ്രാന്തപ്രദേശങ്ങളിലും മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരുന്ന ദൈവസ്നേഹം ഇവിടെ വന്നുചേരുന്ന ഓരോ ആൾക്കും ലഭിച്ചു. മനുഷ്യ മനസ്സുകൾ പറയുന്നതെന്തും ശ്രദ്ധയോടെ കേട്ട് കയ്യിലേന്തിയിരിക്കുന്ന ഉണ്ണി യേശുവിനോട് പറഞ്ഞ് വാങ്ങിക്കൊടുക്കുവാൻ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ആശ്വാസകരമാണ്. പ്രാർത്ഥിക്കാനുള്ള ചെറിയ പന്തലിൽ നിന്നും വെട്ടുകല്ലിൽ പണിത ചുവരും ഓലമേഞ്ഞ മേൽക്കൂരയുമുള്ള ദേവാലയം നിർമ്മിക്കപ്പെട്ടു. വിശ്വാസ സമൂഹത്തിൻ്റെ വളർച്ചയെ തുടർന്ന് കാലാന്തരത്തിൽ സൗകര്യപ്രദമായ കെട്ടുറപ്പുള്ള ദേവാലയം പണിതുയർത്തി. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറഞ്ഞ ആ ദേവാലയത്തിന് ബലക്ഷയമുണ്ടാവുകയും തീർത്ഥാടകരുടെ ബാഹുല്യം ഏറിവരികയും ചെയ്തപ്പോൾ പുതിയൊരു ദേവാലയത്തിൻ്റെ അനിവാര്യത ഉണ്ടായി. അങ്ങനെ ഒരു നാൾവഴിയിലൂടെ നടന്നാണ് ഇന്ന് നാം കാണുന്ന അമേയമായ ആത്മീയതയുടെ ചൈതന്യമായ ദേവാലയമുണ്ടാകാൻ കർത്താവ് ഇടവരുത്തിയത്. ആ ദൈവത്തിന് മുന്നിൽ നമ്മുടെ വിശ്വാസ മനസ്സുകൾ തുറക്കട്ടെ. 2026 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വർഷമായി ലിയോ പാപ്പ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് നാം വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഫ്രാൻസിസ് അസീസി മരിച്ചിട്ട് 800 വർഷം തികയുന്നു. അത് നാം ജൂബിലിയായി ആഘോഷിക്കുന്നു. ഫ്രാൻസിസും അന്തോനീസും തമ്മിൽ ആഴമായ ആത്മീയ ബന്ധം ഉണ്ടായിരുന്നു. അഗസ്റ്റീനിയൻ സഭയിലെ അംഗമായിരുന്ന അന്തോനീസ് മൊറോക്കോയിൽ സുവിശേഷ പ്രഘോഷണത്തിനായി പോയിട്ട് രക്തസാക്ഷിത്വം വരിച്ച ഫ്രാൻസിസ്കൻ സഭയിലെ സഹോദരങ്ങളെക്കുറിച്ച് ഓർത്ത് രക്തസാക്ഷിയായി മാറാൻ ആഗ്രഹിച്ച് ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുകയായിരുന്നു. 1221 ഫ്രാൻസിസും അന്തോനീസും അസീസിയിൽ വച്ച് കണ്ടുമുട്ടി. പ്രഘോഷണത്തിൽ തീഷ്ണത പുലർത്തിയ വിശുദ്ധ അന്തോനീസും പ്രകൃതിയെ പ്രണയിച്ച വിശുദ്ധ ഫ്രാൻസിസും ക്രിസ്തുവിനെ പാടിപ്പുകഴ്ത്തി നമുക്ക് സ്നേഹ അനുഭവങ്ങൾ സമ്മാനിച്ചവരാണ്. 1195 പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ച പാതുവായിലെ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പതാക വാനിലേക്ക് ഉയരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും ദൈവത്തിലേക്ക് ഉയർത്താം.